ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഇതുവരെ നമ്മൾ ഉൾപ്പെടുത്താത്തതായിട്ടുള്ളൊരു പുതിയ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതായത് ഒരു കേക്ക്, അതായത് ചോക്ലേറ്റ് ഓറഞ്ച് കേക്ക്. ഇതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ്, അതായത് 100 grams, 3 മുട്ട, പാല് 100 ml, മൈദ 1 കപ്പ്, അതായത് ഇത് 150 ഗ്രാമാണ്. പൊടിച്ച പഞ്ചസാര 150 ഗ്രാം, ഓറഞ്ച് നീര്, അതായത് ചെറിയ ഓറഞ്ച് നീരെടുത്തത് 1/4 കപ്പ്, ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബട്ടർ 150 ഗ്രാം. ചോക്ലേറ്റ് ഓറഞ്ച് കേക്കിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്, എടുത്തു വെച്ചിട്ടുള്ളതായിട്ടുള്ള 100 ml പാൽ, അത് ഒരു പാനിലേക്ക് ഒഴിക്കുക. സ്റ്റൗ ഓൺ ചെയ്യുക. അതിലേക്ക് നമുക്ക് ഈ 100 ഗ്രാം തന്നെയുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം, ഉരുക്കിയെടുക്കുക. ഫ്ലെയിം നന്നായി ഒന്ന് കുറച്ചിടണം. പാല് നന്നായി ചൂടായി വരുമ്പോൾ തന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ് അലിഞ്ഞു തുടങ്ങും. അതൊന്നിങ്ങനെ ചെറുതായി ഇളക്കി കൊടുത്ത് അലിയിച്ചെടുക്കാം. ഏതാണ്ട് ഒരുവിധം മെൽറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ, ഫുൾ അലിഞ്ഞു എന്നായിക്കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുപ്പിക്കാൻ വയ്ക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 150 ഗ്രാം മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഈ മൈദയിലേക്ക് ഇടാം. അതായത് ഇത് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അത് 2 പ്രാവശ്യമായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. പ്ലേറ്റിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കുക. വീണ്ടും 1 പ്രാവശ്യം കൂടി നമുക്ക് ഇത് അരിച്ചെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്, എടുത്ത് വെച്ചിട്ടുള്ളതായിട്ടുള്ള ബട്ടർ 150 ഗ്രാം, അത് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളതിൽ ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിലിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ബീറ്റർ ഉപയോഗിച്ച് വേണം അത് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് മുട്ട. 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ മുട്ട ചേർക്കുക, അടിക്കുക. അങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ആദ്യത്തെ ഇടുക, ബീറ്റ് ചെയ്യുക. ഒരുവിധം അലിഞ്ഞു എന്നാവുമ്പോൾ നമ്മൾ രണ്ടാമത്തെ മുട്ട ചേർക്കും. ഇപ്പോൾ വെണ്ണയും പഞ്ചസാര പൊടിച്ചതും അതുപോലെ 3 മുട്ടയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത്, പാലിൽ നമ്മൾ അലിയിച്ചെടുത്തു ഡാർക്ക് ചോക്ലേറ്റ്. അത് ചൂട് കുറഞ്ഞു, ചൂടൊക്കെ മാറി തണുത്തു.
അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തതായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിട്ടുള്ള ഓറഞ്ച് നീര് അതിലേക്ക് ചേർക്കുക. ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം, എന്നിട്ട് ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. തവ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം എല്ലാം ചേർത്ത് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്യാം. കൂടുതലാവരുത്, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഈ മിക്സിനെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. അത്ര മതിയാവും. ഓഫ് ചെയ്ത് നമുക്കിനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്തത് നമ്മളൊരു ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേ ബട്ടർ തേച്ച് അതിലേക്ക് മൈദയുടെ പൊടി ഇട്ട് ഒന്ന് കോട്ടിങ് കൊടുത്ത് വയ്ക്കുക. ഈ പാത്രത്തിൽ വേണം നമ്മളിനി തയ്യാറാക്കി വെച്ച മിക്സ് ഒഴിക്കുക. പാത്രത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം മതിയാവും. തന്നെ അത് പൊന്തി വന്നോളും ബേക്കാവുമ്പോൾ. എല്ലായിടത്തേക്കും ഒന്നും ഇങ്ങനെ പരത്തിയിട്ട് വെക്കുക. ഇത്ര മതി. ഈ മിക്സിനെ നമുക്കിനി ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുള്ളതിന് നമുക്ക് ഓവനിൽ വെക്കാം. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഓറഞ്ച് കേക്ക് തയ്യാറാവും. അതാണ് അടുത്തതായി ചെയ്യുന്നത്. നമ്മൾ ആദ്യം കാണിച്ച ആ പാത്രത്തിലത്തെ മിക്സിനെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 30 മിനിറ്റിന് ശേഷം നമുക്ക് അത് നോക്കാം അതെന്തായി എന്നുള്ളത്. ഇനി എടുത്ത് വെച്ചതായിട്ടുള്ള നമ്മളിപ്പോൾ തയ്യാറാക്കിയതെന്ന് ഒരു പാത്രത്തിലേക്കും കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട്. അത് നമുക്ക് പതിവ് പോലെ തന്നെ ബട്ടർ തേച്ച് മൈദ കുടഞ്ഞിട്ടുള്ള ഈ പാത്രത്തിലേക്ക് മിക്സ് ഒഴിച്ച് വയ്ക്കാം. ആദ്യത്തെ വെന്തിറക്കിയതിന് ശേഷം നമുക്കിതിനെ അതിലേക്ക് കയറ്റാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറായി. നന്നായി പാത്രം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കമഴ്ത്തിയതാണ്. അതുപോലെ ഇത് പാത്രത്തിലേക്ക് അതുപോലെ കമഴ്ത്താൻ 2 സെറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഡെക്കറേഷനായിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് ഫ്രഷ് ക്രീം 1 കപ്പും അത് ചൂടായി വരുമ്പോൾ 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് അതിലിടുക. എന്നിട്ട് ഉരുക്കിയെടുത്തതാണത്. ഇത് ഇതിൻ്റെ മേലെ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാം. കൂടുതൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണത്. സെൻറ്ററിൽ വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ചെറി എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് ഓറഞ്ച് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിതിൻ്റെ സെൻറ്ററിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ അല്ലികൾ തന്നെയാണ് ഉപയോഗിച്ചത്. എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കുക.